نصر من الله وكما نتنياهو بنرجع. ചിന്തകനും എഴുത്തുകാരനുമായ എഡ്വേർഡ് സെയ്ദ് പണ്ട് പറഞ്ഞു, പലസ്തീൻ പ്രശ്നം നീതിപൂർവം പരിഹരിക്കപ്പെടാതെ പശ്ചിമേഷ്യയിൽ സമാധാനം പുലരില്ല. സെയ്ദ് എഴുതി, ബെയ്റൂട്ടിൻ്റെ ചെറുത്തുനിൽപ്പ് സ്വാഭാവിക പ്രതികരണമാണ്. അത്യാധുനിക ആയുധം ഉപയോഗിച്ച സൈന്യത്തെ കല്ലുകൊണ്ട് ചെറുക്കുന്ന കൗമാരക്കാരുടെ നാട്. വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേൽ സൈന്യം തെക്കൻ ലെബനനിൽ നിന്നും പിൻവാങ്ങിയപ്പോൾ അതിർത്തിയിലേക്ക് കല്ലെറിഞ്ഞു സെയ്ദ്. ചിത്രം ലോകമാധ്യമങ്ങൾ ഏറ്റെടുത്തു. പ്രതീകാത്മക സന്തോഷ പ്രകടനം എന്ന് സെയ്ദ് വിശേഷിപ്പിച്ച ചിത്രം വിമർശനവും നേടി. കുട്ടിക്കാലത്ത് പിതാവിനോടൊപ്പമുള്ള യാത്രയിൽ കണ്ട ദേശത്തെക്കുറിച്ച് മരണത്തിന് മുൻപ് സെയ്ദ് ഓർത്തു. ബെയ്റൂട്ട് സ്വിറ്റ്സർലൻഡോ മിഡിൽ ഈസ്റ്റേൺ പാരീസോ അല്ല, മലമ്പ്രദേശമായ ദൗർ എൽ ഷവീറിൻ്റെ കാഴ്ചയിലൂടെയാണ് പലസ്തീനിലേക്കും ഈജിപ്തിലേക്കും പോയിരുന്നത്. ബെയ്റൂട്ടിലെ കടലും മലയും ഓർമ്മയിൽ നിറയുന്നു. ആ ബെയ്റൂട്ടല്ല ഇപ്പോഴത്തേത്. സമാധാനം പുലരാത്ത സംഘർഷഭൂമി, സ്ഫോടനം, അഭയാർത്ഥി പലായനം, സാമ്പത്തിക പ്രതിസന്ധി. അതാണ് ലെബനൻ. ലോകരാജ്യങ്ങൾ അഭ്യർത്ഥിച്ചിട്ടും ഹെസ്ബുള്ളയോ ഇസ്രയേലോ യുദ്ധഭീതി ഒഴിവാക്കാൻ തയ്യാറല്ല. ലെബനനെ മറ്റൊരു ഗാസയാക്കാൻ ഇസ്രയേൽ നീക്കം എന്ന വിമർശനവും, വലിയ ആയുധശേഖരമുള്ള തീവ്ര ഗ്രൂപ്പായ ഹെസ്ബുള്ള സ്വന്തം ജിഹാദ് കൗൺസിൽ വഴി തീ കൊണ്ട് കളിക്കുന്നുവെന്നും വിമർശനം. 80കൾ മുതൽ തുടങ്ങിയ സംഘർഷമാണിത്. ഹമാസ് ഹെസ്ബുള്ള നേതാക്കളെ വധിച്ച് തുടങ്ങിയ പ്രകോപനങ്ങൾ. ഇസ്രായേൽ അധിനിവേശ ഗൊലാൻ കുന്നിലെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ പ്രത്യാക്രമണം നടത്തി ഹെസ്ബുള്ള. ബെയ്റൂട്ടിലെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹെസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം അക്വിലിൻ്റെ സംസ്കാര ചടങ്ങിൽ ഇനി തുറന്ന യുദ്ധമാണ് എന്ന് ഡെപ്യൂട്ടി ചീഫ് നൈൻ ഖാസിം പ്രഖ്യാപിച്ചു. ഗോസ് കമാൻഡർ ഫൗദ് ഷുക്കൂറും കൊല്ലപ്പെട്ടു. വടക്കൻ അതിർത്തിയിൽ യുദ്ധത്തിന്റെ പുതിയ ഘട്ടം ആരംഭിച്ചുവെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും പറഞ്ഞു. ഇസ്രായേലിന്റെ ആയുധപ്പുരകളിലേക്ക് റോക്കറ്റുകൾ അയച്ചു ഹെസ്ബുള്ള. വ്യോമത്താവളം ആക്രമിച്ചു. തിരിച്ച് ആകാശ മിസൈൽ വർഷങ്ങൾ, പേജർ, വോക്കി ടോക്കി ആക്രമണ പരീക്ഷണങ്ങൾ. പേർ കൊല്ലപ്പെട്ട ബെയ്റൂട്ട് ആക്രമണത്തിൽ ഇത്തവണ തുടങ്ങി. ഇസ്രായേൽ കേന്ദ്രങ്ങളിലേക്ക് 300-ലധികം മിസൈലുകൾ, 150ഓളം വ്യോമാക്രമണങ്ങൾ. തുടർച്ചയായി ഇസ്രായേലും ആക്രമിച്ചു. ജേർണലിസ്റ്റ് ഫാദി ബൗദിയയ്ക്ക് ലൈവ് റിപ്പോർട്ടിങ്ങിനിടെ സംഭവിച്ച മിസൈൽ ആക്രമണ ദൃശ്യം പുറത്തു വന്നത് അങ്ങനെയാണ്. ഒടുവിൽ അത് സംഭവിച്ചു. 600 പേരുടെ കൂട്ടക്കൊല. ബെക്ക വാലിയിൽ എയർ ഡ്രോപ്പ് ചെയ്ത ലഘുലേഖയിലെ ബാർകോഡ് സ്കാൻ ചെയ്താൽ
വ്യക്തിവിവരം കവർന്നെടുക്കപ്പെടും, വിവരം ചോർത്തുകയാണ് ഇസ്രായേൽ ലക്ഷ്യം, ഹെസ്ബുള്ളയുടെ മുന്നറിയിപ്പ് വന്നു. ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും മന്ത്രി അമീർ അബ്ദുല്ലാഹിയാനും കൊല്ലപ്പെട്ടത് പേജർ പൊട്ടിത്തെറിച്ചാകാമെന്ന ഇറാൻ MP അർദേസ്താനിയയുടെ വെളിപ്പെടുത്തൽ. ഇങ്ങനെ പല തലങ്ങളുള്ള നിരവധി ദുരൂഹ സംഭവങ്ങൾ. സാങ്കേതിക മികവിൽ മുൻതൂക്കം മൊസാദിനാണ്. ആയുധബലത്തിൽ ശക്തരാണ് ഹെസ്ബുള്ള. വൻ ആയുധശേഖരമുള്ള ഹെസ്ബുള്ളയെ പ്രകോപിപ്പിക്കുന്നത് ഇസ്രായേലിനും ഭീഷണിയാണ്. ഇസ്രായേലിനെതിരെ പോരാടി നിൽക്കുന്ന ഹമാസ് ഒരു വശത്ത്, അതിനിടെയാണ് ലെബനൻ ഇസ്രായേൽ ഏറ്റുമുട്ടൽ. പതിനായിരക്കണക്കിന് പൗരന്മാർ അഭയാർത്ഥികളാണിപ്പോൾ. ഗ്രാമങ്ങളും നഗരങ്ങളുമെല്ലാം നൂറുകണക്കിന് മിസൈൽ ആക്രമണങ്ങളുടെ പുക കൊണ്ട് മൂടിയ ദിനങ്ങളായി കടന്നു പോകുന്നു. പക്ഷേ ഹെസ്ബുള്ളയും നെതന്യാഹുവും പരസ്പരം വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ആക്രമണങ്ങൾ തുടരുന്നു. ആയിരക്കണക്കിന് സാധാരണക്കാരുടെ ജീവൻ പൊലിയുന്നു.